അങ്ങനെ നമ്മൾ പുതിയ ചാപ്റ്റർ നോക്കാൻ പോവാണ് അല്ലേ. ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇക്വേഷൻ ഓഫ് മോഷൻസ്, ആ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് ചലന സമവാക്യങ്ങൾ. ഒരുപാട് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതായത് മോഷൻ എന്താണ്? മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സമയത്തിനനുസരിച്ച്, ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുകയാണെങ്കിൽ അയാൾ മോഷനിലാണെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ സ്പീഡിൽ നടക്കുകയാണെന്നെങ്കിൽ, ഓടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടൈമും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പൊസിഷനും ചെയ്യുന്നുണ്ട്. ഇതിനാണ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു രണ്ട് സംഭവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് ട്രാവൽഡ്, അതായത് യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, ഇതിൽ ഒരു കുട്ടി, ആ കുട്ടി എന്താ ചെയ്യണേ? സൈക്കിളിൽ പോവുകയാണല്ലേ. പോയിട്ട് എന്തായി, ഇത് 20 എ ബി സി ഡി ഇ. ഇപ്പോൾ ഈ എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ. ഓക്കെ, നെക്സ്റ്റും 10 മീറ്റർ, എല്ലാം 10 മീറ്ററാണ്. അപ്പോൾ ഈ കുട്ടി എ ടു സി വരെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതായത് എ മുതൽ ബി വരെ 10 മീറ്റർ ആൻഡ് ബി മുതൽ സി വരെ 10 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ്, ആ കുട്ടി സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് പറയാം? 20 മീറ്റർ എന്ന് പറയാം. ഓക്കെ, സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് മുതൽ എൻഡ് വരെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ ഉള്ള ആ ദൂരത്തിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനാന്തരം. അതായത് ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യണേ? എ ടു സി വരെ ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എ ടു സി വരെ ട്രാവൽ ചെയ്യുമ്പോൾ ആ കുട്ടി എ തൊട്ടാണ് ട്രാവലിംഗ് തുടങ്ങിയത്, സി വരെ എൻഡ് ചെയ്തു. അപ്പോൾ എ മുതൽ സി വരെ ആ കുട്ടി സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര? ഇവിടെ 10 മീറ്റർ ആണ്, ഇവിടെ 10 മീറ്റർ ആണ്. അപ്പോൾ എ ടു സി വരെ 10 + 10 അതും 20. ഓക്കെ, അപ്പോൾ അതും 20 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അപ്പോൾ ഇതിൽ ആ കുട്ടി മുന്നോട്ടാണ് പോയിട്ടുള്ളത്, ആ കുട്ടിയുടെ ഡിസ്റ്റൻസ് വന്നിട്ടുള്ള മുന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു പ്ലസ് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എത്ര? ഡിസ്പ്ലേസ്മെൻറ്റും 20 ആണ്, അതിന് മുന്നേ ഒരു പ്ലസും കൂടി കൂട്ടിയാൽ +20. ഓക്കെ, ചെയ്തോക്കെ. വാട്ട് ഈസ് ദ ബോയ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ടു സി? അവിടെ ഒരു കുട്ടീനെ കാണല്ലേ. ആ കുട്ടി എന്താ ചെയ്യണത്? എ ടു സി വരെ ട്രാവൽ ചെയ്യണല്ലേ. എവിടെ നിന്നാണ്? എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ദെൻ സിയിലെത്തില്ല. അപ്പം അവിടെ വന്നിട്ടുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എത്രയാണ് നമുക്ക് നോക്കാമല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് എ തൊട്ട് ബി വരെ ആ കുട്ടി പോയത് 4, ദെൻ ബി മുതൽ സി വരെ 3, അപ്പം ടോട്ടൽ 7 മീറ്റർ. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന്
സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ എത്ര വരണേ, എ മുതൽ ബി വരെ പോയിട്ട് ബി മുതൽ സി വരെ എത്താൻ വരെ ഈ കുട്ടിയുടെ ഫസ്റ്റ് പൊസിഷൻ എ ആണ്. എൻഡിങ് പൊസിഷൻ ഏതാണ്, ഇനീഷ്യൽ പൊസിഷൻ എ ആൻഡ് എൻഡിങ് പൊസിഷൻ ഏതാണ്, ഫൈനൽ പൊസിഷൻ സി. അപ്പം എ ടു സി വരെയുള്ള എത്ര, 5 മീറ്റർ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്, 5. ഓക്കെ, ക്ലിയർ അല്ലേ, സിമ്പിളാണല്ലേ. അപ്പോൾ ഇവിടെ 5 മീറ്റർ. So displacement, what is displacement? Displacement is the straight line distance between the initial position and the final position in a definite direction. Okay. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ എസ്. എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ദിശയിലുള്ള പ്രാരംഭ സ്ഥാനത്ത് നിന്നും, അതായത് തുടങ്ങിയ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ സ്ഥാനത്ത് നിന്നും അവസാന സ്ഥാനത്തിന് ഇടയിലുള്ള ഒരു സ്ട്രൈറ്റ് ലൈനെ സൂചിപ്പിക്കുന്ന ആ ഒരു ദൂരത്തിന് പറയുന്ന പേരാണ് എന്ത്, സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്നത് ഒരു നിശ്ചിത ദിശയിലുള്ള പ്രാരംഭ സ്ഥാനത്തിനും അവസാന സ്ഥാനത്തിനും ഇടയിലുള്ള നേർരേഖാ ദൂരമാണ്. സ്ഥാനാന്തരം എസ് എന്ന ചിഹ്നത്തിൽ സൂചിപ്പിക്കുന്നു. ദെൻ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്, മീറ്റർ. ഒരു കാൽക്കുലേഷൻ കൂടി ചെയ്താലോ. കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ആ കുട്ടി കളിക്കാനുള്ള ഗ്രൗണ്ടിലേക്ക് പോവുകയാണല്ലേ. എവിടുന്ന്, എ മുതൽ ബി വരെയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ എത്താൻ എത്ര മിനിറ്റാണ് എടുത്തത്, 200 മിനിറ്റ് എടുത്തല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര, ഡിസ്റ്റൻസ് ഈക്വൽ ടു 200 മീറ്റർ. സിമ്പിൾ. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ പൊസിഷനിൽ ഫൈനൽ പൊസിഷനിലേക്ക് എത്താനുള്ള ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എത്ര ആയിരിക്കും, ആ കുട്ടി എ ടു ബി വരെ സെയിം 200 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഇവിടെ ഓൾസോ 200 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചത്, സെയിം ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണല്ലേ. അപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. ഒരു വസ്തു നേർരേഖ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ഓർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻ ദ സെയിം ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു കാര്യം മനസ്സിലായി. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് സ്ഥാനാന്തരം ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് ഇഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദ വൺ പോയിന്റ് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. അതായത് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, സ്ഥാനാന്തരം അതായത് ഫൈനൽ പൊസിഷൻ, ആ നമ്മളെ മോഷന് തുടങ്ങിയിട്ടുള്ള ആ ഫസ്റ്റ് പൊസിഷന് ലാസ്റ്റ് പൊസിഷനിൽ നിന്ന് ഫസ്റ്റത്തെ പൊസിഷന് മൈനസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ദെൻ അതായത് ഒരു ഇഫ് എ ബോഡി സ്റ്റാർട്ട് ഫ്രം വൺ പോയിന്റ് ആൻഡ് എൻഡ്സ് അറ്റ് സെയിം പോയിന്റ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. അതായത് ഒരു വസ്തു ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് അതേ ബിന്ദുവിൽ തന്നെ അവസാനിച്ചാൽ അതിൻ്റെ സ്ഥാനചലനം അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും.
അതേപോലെ ദൂരം ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല, അതെല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പക്ഷേ സ്ഥാനചലനത്തിന് ഡിസ്പ്ലേസ്മെൻറ്റിന് പൂജ്യം, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ആകാവുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പോയിട്ടുള്ള ആ ഒരു ദൂരത്തിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ്റെ ഇടയിലുള്ള സ്ട്രൈറ്റ് ലൈനിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, പുറകോട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ ബോഡി ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ എൻഡിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും, 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണെന്നും നമുക്ക് പറയാൻ പറ്റും. അടുത്തത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മുന്നൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് കൂടുതലാണെന്ന് പറയാൻ പറ്റും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കുറേ സമയമാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ പോയിട്ടല്ല അവിടെ എത്തിയിട്ടുണ്ടാവുക, അപ്പോൾ അവിടെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, അതേപോലെ സ്പീഡ് കാണാൻ എങ്ങനെ നമ്മൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് നമ്മൾ സഞ്ചരിച്ച ദൂരത്തിനെ ടൈം കൊണ്ട് ഡിവൈഡഡ് ചെയ്ത് നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എങ്ങനെ കാണാം? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ദെൻ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതായത് നമ്മൾ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു ദൂരത്തിന് പറയുന്ന പേരാണ് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു വെലോസിറ്റി. അതിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ദൂരം ഡിവൈഡഡ് ബൈ സമയം. ദെൻ പ്രവേഗം ഈക്വൽ ടു എന്താണ്? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം.